അങ്ങനെ ആഫ്റ്റർ ആൻ ഇയർ വീണ്ടും ഐജൻറ്റിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് ഐജൻറ്റിനെ കാണാൻ. ഇത്തവണ കുറച്ചും കൂടെ സ്പെഷ്യലാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് നിമിഷ ഔസേപ്പ് പിള്ളേരെയൊക്കെ കാണാൻ പോകുന്നത്. എല്ലാരും ചോദിച്ചു ഇതാരാണെന്ന്. ഇതെന്റെ അനീത്തിയാ. ഇതാണ് പറഞ്ഞത്. അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ, ആന്റി പറഞ്ഞില്ലേ ഒരു ബേബി ഉണ്ടായിരുന്നു. അവരവിടെ പോയി അവള് ഉറക്കത്തിന്റെ എണീറ്റോണ്ടേ കുഞ്ഞു മുഖം അല്ലേ? Can you say hi? തേരുമാ ഹായ് പറയാവോ? ഓ മീറ ഹായ് പറഞ്ഞു. Can you say hi? തേനു പറഞ്ഞേ ഹായ്. ആ ഹായ് മീറ. Now you say. ആ ഹായ് പറ. ഹായ് പറ. ആ തേനൂന് കൊടുക്കാൻ ഒരു ഉമ്മ കൊടുത്തേ. സോ അങ്ങനെ മമ്മിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ പുറത്തേക്ക് ഇറക്കി വീണ്ടും. സോ മമ്മിയുടെ ഒരു സ്ട്രോങ് സ്കില്ലാണ് മമ്മിക്കുള്ള സ്റ്റിച്ചിങ് ടാലൻറ്റ്. അപ്പോൾ ഇത്തവണ മമ്മി റീവിനും മിറയ്ക്കും വേണ്ടി ഓണക്കോടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അവർ ഓണം ആവുന്നതിന് മുമ്പേ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഓണക്കോടിയൊക്കെ അവർക്ക് കൊണ്ട് കൊടുത്തു. സോ ദാറ്റ് അവർക്ക് ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ ഇടാനൊക്കെ ആയിട്ട്. സോ മമ്മിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉടുപ്പ് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചും ചെയ്യും. അപ്പോൾ ആൻഡ് ഓൾസോ ഇത്തവണ റീവിനും മമ്മി ഒരു ജുബ്ബ തയ്ച്ചു കൊടുത്തു. അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. സോ നമ്മുടെ ചാനലിൽ നേരത്തെ പറഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിൻ്റെ ഓർഡേഴ്സൊക്കെ വേണമെങ്കിൽ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് ഓണത്തിൻ്റെ സംഭവങ്ങളും മെഷർമെൻറ്റ്സൊക്കെ എടുത്ത് പാറ്റേണൊക്കെ അനുസരിച്ച് നമ്മളതിന് സെയിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് സോ ഞാൻ ആദ്യമായിട്ടാട്ടോ നിമിഷേനെ ഔസേപ്പിനെയൊക്കെ കാണുന്നത്. സോ ഐജൻറ്റിനെയും തങ്കച്ചങ്ങളെ ഓഫ്കോഴ്സ് നമ്മുടെ കല്യാണ സമയത്ത് അവർ നാട്ടിൽ തന്നെ ആയിരുന്നതുകൊണ്ട് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. സോ നിമിഷ ഔസേപ്പും ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഓസ്ട്രേലിയ ആയിരുന്നു. അവർ തിരിച്ച് നാട്ടിൽ വന്നിരുന്ന സമയം ഞങ്ങൾ കാനഡയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്, നേരിട്ട് കണ്ടത്. പിള്ളേരെയും എല്ലാവരെയും ഇപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. വീഡിയോയിലുള്ള പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട്. മമ്മി ഇങ്ങോട്ടൊന്ന് കാണിച്ചു. കഴിഞ്ഞ ദിവസം നീ വന്നില്ല, ബാക്കി അവര് വന്നപ്പോ നീ വന്നില്ല. അന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഓർത്തതാ. അന്ന് നീ വന്നില്ലല്ലോ. ആദ്യമായിട്ട് കണ്ടു മിസ്സാണ്. കോവിഡ് സമയത്തെ ഞാൻ വെറുതെ ഉറക്കം പറഞ്ഞു. ഏതാണ്ടിയെന്ന് ഉറക്കം പറഞ്ഞു. കൊച്ചു പറ. ഈശോ ഈശോ ജീസസ് ജീസസ് ജീസസ്. ആമേൻ വെച്ച ആമേൻ ആമേൻ വെച്ചതിനും പ്രേ ചെയ്യണതിനും പ്രേ ചെയ്യോടാ. ലൈറ്റ് പ്രേ ചെയ്യണതിനും പ്രേ ചെയ്തു. ഈശോ ജീസസ് ജീസസ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. സ്ലീപ്പി ആയോ തേനുമ?
സ്ലീപ്പി ആയോ? റീവിന് സ്ലീപ്പി ആയോ? അയ്യോ അതെന്തിനാ വേണ്ട. റീവ് സ്ലീപ്പി ആണോ? ആണോ? ആ പതുക്കെ തേനു ബി ജെന്റിൽ. മറിച്ചിടല്ലേ കേട്ടോ അവനെ. എന്തിനാ മോളെ അങ്ങനെ ഉപദ്രവിക്കില്ല. അയ്യോ അതാരുടെ ഫോണാ? അതാരുടെ ഫോണാടാ? അതാരുടെ ഫോണാ? ആ തേനു തല നോക്കട്ടാ നീ. ഒരു ഇടി കഴിഞ്ഞതാ. ആ ഓക്കെ. അയ്യോ എന്റെ കൊച്ചിന് ഉറക്കം വരുന്നുണ്ടോടാ. ഇത് ആന്റിയുടെ പേരെന്താ? ഷൈജി ആന്റി ആണോ? എന്റെ കൊച്ചന്റെ പേര് ഷൈജി ആന്റി ആണോ? സന്തോഷമായി കേട്ടോ പറഞ്ഞത്. അതെ കഴിക്കാൻ അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടല്ലേ. എല്ലാരും ഏകദേശം ഒരുമിച്ച് സാറിനെ അന്വേഷിച്ചു പറയണം. പിള്ളേരവിടെ നോക്കിയിരിക്കും. ജിൻജിയൊക്കെ നോക്കിയിരിക്കുവാണ്. അയ്യോ അത് സർപ്രൈസാ. ഞങ്ങള് പറഞ്ഞിട്ടില്ല. ഒരു മഴമുത്തം ഈ കവിളിൽ പതിഞ്ഞുവോ സോ അങ്ങനെ ഒരു നല്ല ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സോ വീണ്ടും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.